ഹിസ്ബുള്ള തലവന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം US-ൽ നിന്ന് മടങ്ങി വരുന്നതിനിടെ ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടു. ഇസ്രായേൽ നഗരമായ ലുദ്ദിലെ ബെൻ ഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത്. UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം നടന്നത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് നടക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലബനാനിലും ഗസയിലും ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയുമായാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് ഹൂത്തി ചാനലായ അൽ മസീറ TV പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ഹൂത്തികളുടെ സൈനിക വക്താവ് യഹിയ സരിഅ പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഗാസയ്ക്കും ലബനനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം യമനിൽ നിന്നുള്ള ഭൂതല മിസൈൽ തങ്ങൾ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ടെൽ അവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങുകയും പിന്നാലെ മിസൈൽ ആക്രമണ ശ്രമം തങ്ങൾ തകർക്കുകയും ചെയ്തതായാണ് IDF വാദിക്കുന്നത്.